ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം എന്താണ്, വരുന്ന ഒക്ടോബർ 30 വരെയാണെന്ന് അല്ലേ. അപ്പോൾ ഏകദേശം 6 ലക്ഷം ഉദ്യോഗാർത്ഥികളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് 6 ലക്ഷം അപേക്ഷകരുണ്ടാകുമെന്നാണ് കേരള PSC ഇപ്പോഴേ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്ന് നോക്കാം എന്താണ്. അപ്പോൾ ഇതിൻ്റെ വിജ്ഞാപനം ഒക്ടോബറിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ യോഗ്യതയോ 7ാം ക്ലാസ് വിജയമാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയമാണ്. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 to 36 അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ്, സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുകളും ഉണ്ടാകും. ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 3 അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതായത് കേരള PSC ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 6 ലക്ഷം പേര്. അപ്പം നമ്മുടെ നോക്കിയാൽ അറിയാം, കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 6 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ എന്താണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം 5.5 ലക്ഷം പേര് അപേക്ഷകരുണ്ട്. അതിൽ നിന്ന് ഏകദേശം എത്ര പേർക്കാണ് നിയമന ശുപാർശ കിട്ടിയത്? 3014 പേർക്കാണ് മീൻസ് ഇതിന് മുന്നേ ഏകദേശം 3014 പേർക്ക്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഏകദേശം 2400 സംതിങ് ആൾക്കാർക്കാണ് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചത്. അപ്പോൾ നോക്കിയേ എത്ര ആൾക്കാരെയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താണ്, ഏകദേശം 6 ലക്ഷത്തിലധികം പേർ അപേക്ഷിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണയും 5.5 ലക്ഷത്തിലേറെ പേർ അപേക്ഷകരുണ്ടായിരുന്നു. പരീക്ഷാ തീയതി എന്ന് പറയുന്നതോ, പരീക്ഷ അടുത്ത വർഷം 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കാൻ സാധ്യത. അത് അപ്പം എന്താണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സമയവും കൂടി കിട്ടി അല്ലേ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, പിന്നെ ഇലക്ഷനും കൂടി വരുന്നതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ യോഗ്യത നോക്കിയാൽ അറിയാം, നമുക്കറിയാം എന്താണ്, 7ാം ക്ലാസ് ആണ് അല്ലേ. 7ാം ക്ലാസ് തത്തുല്യം അല്ലെങ്കിൽ 7ാം ക്ലാസ് വിജയം എന്നാണ് പറഞ്ഞത്. പക്ഷേ 7ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത് അല്ല. 10ാം ക്ലാസ് പഠിച്ചവർക്ക് എഴുതാം, +2 ഡിഗ്രി PG എന്ത് കോഴ്സ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ, അതായത് മിനിമം 7 എന്നാണ് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മളോട് കോമ്പറ്റീറ്റ് ചെയ്യുന്നവർ എന്തായിരിക്കും, ചിലപ്പോൾ ഹയർ സ്റ്റഡീസ് മീൻസ് ഹയർ ലെവൽ പഠിത്തമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ മത്സരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മുന്നിൽ കണ്ടുവേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസൊക്കെ നല്ല രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 6 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് നല്ല രീതിയിലൊരു, അതായത് നമ്മളൊരു ആപ്റ്റായ ഒരു ഉദ്യോഗാർത്ഥിയാണെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആകുമ്പോൾ 2 കാറ്റഗറി ആയിരുന്നു. അതേസമയത്ത് കമ്പനി ബോർഡ് LGS ആകുമ്പോൾ ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള, അതായത് നിലവിലെ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് കിട്ടി, 2426 പേർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത്. നോക്കണം, അവിടെ 5.5 ലക്ഷം പേരായിരുന്നു അപേക്ഷ സമർപ്പിച്ചത്. അതിൽ നിന്ന് ഏകദേശം ലിസ്റ്റിലുള്ളത് 7000 സംതിങ് പേരാണ് ലിസ്റ്റിലുള്ളത്. അതിൽ 2426 പേർക്ക് മാത്രമേ ഇപ്പം നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു 50 പേരുടെ പെട്ടെന്ന് തന്നെ നടക്കും അല്ലേ. 50 വേക്കൻസീസ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒഴിവിലേക്കും പെട്ടെന്ന് തന്നെ നിയമന ശുപാർശ ലഭിക്കും. എന്നിരുന്നാലും എത്രയാണ്, 2470 ആ ഒരു രീതിയിലൊക്കെയാണ്. അതായത് 2476 പേർക്കാണ് എന്ത് ചെയ്യുന്നത്. ഇനി ഒരു വർഷവും ഒരു 3 മാസ കാലാവധിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ ഏകദേശം ഒരു 3500 ആൾക്കാർക്ക് എന്ത് കിട്ടും, നിയമന ശുപാർശ ലഭിക്കും. പിന്നെ നോക്കിയാൽ ഇതിൻ്റെ പ്രീവിയസ് 2022 റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ എന്താണ്, മുൻ കാലാവധി തീർന്ന ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് 2022 കാലാവധി തികച്ചതാണ്. അതിൽ 3014 പേർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, LGS കമ്പനി കോർപ്പറേഷൻ വിജ്ഞാപനം വന്നത് 2021 ഡിസംബറിലായിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് 2024 ജനുവരി 12 അതിൽ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് 2426 പേർക്കാണ്. ഇതിൻ്റെ കാലാവധി തീരുന്നത് എപ്പോഴാണ്, 2027 ജനുവരി 11 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ 7264 പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാന ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ എന്താണ് 3712 പേർ ഉൾപ്പെട്ട പ്രധാന സംവരണ ഉപപട്ടികയും 3438 പേർ ഉൾപ്പെട്ട മറ്റു ഉപപട്ടികയും 114 പേർ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാർക്കുള്ള ഉപപട്ടികയും, അങ്ങനെ ആകെ 7264 പേര് ഉൾപ്പെടുന്നൊരു റാങ്ക് ലിസ്റ്റായിരുന്നു പ്രാബല്യത്തിൽ വന്നത്.
ഇനി അതിൽ എത്ര പേര് കൂടിയുണ്ട്? 4800 പേര് റാങ്ക് ലിസ്റ്റിൽ ബാക്കിയുണ്ട്. ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് 2426 പേർക്കാണ്. അതിൽ തന്നെ 958 NJD ആണ്. ഇനി അവസാന നിയമന ശുപാർശ എന്ന് പറയുന്നത് എപ്പോഴാണ്? 2025 സെപ്റ്റംബർ 23 അവസാന നിയമന ശുപാർശ അയച്ചിരിക്കുന്നത്. അതിൻ്റെ കാലാവധി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 2027 ജനുവരി 11 വരെയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? പിന്നെ അതേ കൂടാണ്ട് പുരുഷന്മാർക്കുള്ള സൈക്കിൾ സവാരി പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്ന് 949 പേര് സാധ്യതാ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഇനി മുൻ റാങ്ക് പട്ടികയിൽ 9615 പേരുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 23 ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചിരിക്കുന്നത്. ഇനി റിപ്പോർട്ട് ചെയ്ത 50 ഒഴിവുകളിലേക്കും കൂടി നിയമന ശുപാർശ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നാണ് PSC പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പല ന്യൂസാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 6 ലക്ഷം പേര് നമ്മുടെ കൂടെ കോമ്പറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് ഏകദേശം റാങ്ക് ലിസ്റ്റിൽ നമ്മളൊരു 3000-ൽ താഴെ വന്നാൽ നമുക്ക് ജോലി ഉറപ്പിക്കാം. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം ഫോക്കസ് ചെയ്യാൻ അല്ലേ? ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത്? ഒരുപാട് കമ്പനീസ്, ഒരുപാട് കോർപ്പറേഷൻ, ഒരുപാട് ബോർഡിൻ്റെ അണ്ടറിലേക്കാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഏതൊക്കെ കമ്പനീസാണ്? നമുക്ക് അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരൊറ്റ പരീക്ഷ എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ അത് ഏതൊക്കെ കമ്പനീസാണെന്നും അല്ലെങ്കിൽ അത് ഏതൊക്കെ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ ബോർഡാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? KSEB, കേരള വാട്ടർ അതോറിറ്റി, ബീവറേജസ് കോർപ്പറേഷൻ, KSFE, KSIDC, Kerala State Poultry Development Corporation, Kerala Khadi Board, Kerala Head Road Workers Welfare Board, SC/ST Development Corporation, Backward Classes Development Corporation, Kerala Shipping and Inland Navigation Corporation, Kerala Motor Transport Workers Welfare Fund Board, Kerala Drugs and Pharmaceutical Limited, Handcrafted Development Corporation, Kerala Film Development Corporation, Kerala State Housing Board, Kerala Land Development Corporation, Kerala Agro Industries Corporation, Kerala State Pollution Control Board, Kerala Artisans Development Corporation, Kerala വ്യവസായി തൊഴിലാളി ക്ഷേമ നിധി ബോർഡ്. അങ്ങനെ ഏകദേശം 21 കമ്പനി അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അണ്ടറിലേക്കാണ് നമുക്ക് വരാൻ പോകുന്നത്. എന്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്? കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ നന്നായ രീതിയിൽ പഠിക്കുക. നിങ്ങളുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്നത് വെറും 7ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് വിചാരിച്ചിരിക്കരുത്. അതായത് 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കൂടെ ചിലപ്പോൾ MBAക്കാരുണ്ടാവും, MCAക്കാരുണ്ടാവും, MSCക്കാരുണ്ടാവും, MA അങ്ങനെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും, അതുപോലെ BBA, BCA അല്ലേ, അതുപോലെ BA ഹിസ്റ്ററി, അങ്ങനെയുള്ള പല രീതിയിലുള്ള UGC കോഴ്സുകൾ പഠിച്ച കുട്ടികളും നിങ്ങളുടെ കൂടെ കോമ്പറ്റ് ചെയ്യാനുണ്ടാവും. അതുപോലെ +2 ആണെങ്കിലും ആ ബേസിൽ. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പരീക്ഷനെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ വേണം പഠനം നടത്താൻ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാം. ഈ 5.5 ലക്ഷത്തിൽ 3000 എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം കുറവാണെന്ന് നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, നല്ലൊരു വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് മത്സരാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ എത്രയോ മടങ്ങാണ്. അപ്പം നമ്മളും എന്ത് ചെയ്യണം? അത്രയും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം മിനിറ്റ് ഒരു ഓഫർ കൂടി വെക്കുകയാണ്. നമ്മുടെ ഒക്ടോബർ 29 മുതൽ നവംബർ 3 വരെ 15% നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? കോഴ്സിന് ഫീ ഇളവ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ഡിസ്കൗണ്ട് തന്നെയാണ് ലഭിക്കുന്നത്. കൂടാതെ മിൻറ്റിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം ടെസ്റ്റ് സീരീസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് വെച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡും ആക്യുറസിയും ഡെവലപ്പ് ആവും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.